ഇതിങ്ങോട്ട് കയറി വെളിച്ചം കുറവായിരുന്നു സ്ഥലത്ത്. ഇതിങ്ങോട്ട് തിരിഞ്ഞു വന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ അങ്ങോട്ട് കാറി. അപ്പോൾ ഒച്ച വെച്ചപ്പോൾ അത് തിരിഞ്ഞ് ഒറ്റ ഓട്ടം, അതും കാറിപ്പോയി. ഓടിയോണ്ട് മാത്രം അതെ, രക്ഷപ്പെട്ടു. അതെ, കൂപ്പിലെ പണിക്ക് കൊണ്ടുപോയിരുന്നല്ലോ ആനയെ. ഇവിടെ കൂപ്പുകളുണ്ട്. ഇവിടെ എല്ലാം ഫോറസ്റ്റിന് ആന ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് പോറ്റാൻ പറ്റാത്തത് ഇവര് ഫോറസ്റ്റിന് കൊടുത്തു. ഫോറസ്റ്റുകാർ അങ്ങനെ കാട്ടിലോട്ട്. അങ്ങനെ ഉണ്ടല്ലേ. ഇതിനിടയ്ക്ക് ഒരു ആന വന്നിരുന്നു. ഈ കൈക്ക് ചങ്ങലയിട്ട പാടുണ്ട്, കഴുത്തില് മണിയിട്ട പാടുണ്ട്. അതെ, ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി റോട്ടിൽ ഇങ്ങനെ പോയിട്ടുള്ളത്. നേരെ പോയിട്ട് അവിടെ പോയിട്ട് വാഴകത്തുനിന്ന് നേരെ തിരിച്ച് റിട്ടേൺ ഇതിൽ ഇറങ്ങി പോയിട്ടുള്ളത്. ഇത്രയും ഭാഗം കർണാടകമാണ്. കർണാടക ആയതുകൊണ്ട് ഇത് പെൻഷൻ ലൈൻ ഇട്ടതായിരുന്നു ഇതിലെ. അവര് കർണാടക ആയതുകൊണ്ട് അവരെടുപ്പിച്ചു. കേരളത്തിന്റെ ഫോറസ്റ്റ് വന്നിട്ട് പെൻഷൻ ലൈൻ ഇട്ടായിരുന്നു. ഇട്ടത് അവര് അയപ്പിച്ചു. നമസ്കാരം, ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ പേരട്ട എന്ന് പറയുന്ന പ്രദേശത്താണ്. പേരട്ട എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെയും കർണാടകയുടെയും ഒരു അതിർത്തിയായിട്ടുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരു കാട്ടാനയുടെ മുമ്പിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്ന ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ. അദ്ദേഹം രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന സമയത്താണ്, 2 മണി സമയത്താണ് ഈ ഒരു സംഭവം നടന്നത്. ഏതായാലും അതിൻ്റെ വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഒരു വിഷ്വൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ പേടിപ്പെടുത്തുന്ന ഒരു രംഗമാണ്. അദ്ദേഹം വീണുപോയി അദ്ദേഹം കരഞ്ഞു. ആ ബൈക്കിൻ്റെ ഒച്ച ഒക്കെ എല്ലാം കൂടെ കൂടിയിട്ട് ആന പേടിച്ച് തിരിഞ്ഞ് ഓടുകയായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും അതുകൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു. ഒരു പക്ഷേ നേരെ പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജീവൻ മൂല്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ. ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഏത് നിമിഷവും ആർക്ക് വേണമെങ്കിലും ജീവൻ പോകാവുന്ന ഒരു അവസ്ഥയിലാണ് പേരട്ട പ്രദേശത്തുള്ള ആളുകളുള്ളത് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ നേരിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ആ പ്രദേശത്തേക്ക് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു സംഭവത്തുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രായമുള്ള ആ ഒരു ചേട്ടനെ, അദ്ദേഹം വീണ് പരിക്കേറ്റി കിടക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് പോയി കാണും. അതുപോലെ തന്നെ ആ ഒരു പ്രദേശം നമ്മൾ നേരിട്ട് പോയി ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഫരീദ്. ഇത് രാത്രി എത്ര മണിയായപ്പോഴാണ് സംഭവം? 2 മണിക്ക്. 2 മണി അല്ലേ? ഞാൻ അപ്പോൾ ഇതെന്താ റബ്ബർ ടാപ്പിങ്ങിന് പോയതാ? റബ്ബർ ടാപ്പിങ്ങിന് പോയത്. ഓഹോ. എന്നും ആ സമയത്ത് പോകാറുള്ളതാണ്? എന്നും ആ സമയത്ത് തന്നെ പോക്ക്. ആണല്ലേ? സ്വന്തം പറമ്പിലാണ്? അതെയോ? സ്വന്തം പറമ്പ് തന്നെ ആണല്ലേ? കുറച്ച് മരമുണ്ട്. അപ്പോൾ അത് ടാപ്പിങ് ചെയ്യാൻ പോയതാ. എന്നെ മുന്നേ 2 പേര് കടന്നു പോയി. അവരെ പുറകെ ഞാൻ പോകുന്നത്. അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ആന വന്ന് കയറി അവിടെ.
അവര് പോയ ധൈര്യത്തിന് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഇതിന്റെ പുറകുവശം മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം കാട്ടിലേക്ക് ഇറങ്ങി, വാഴക്കൂട്ടത്തിലേക്ക് ഇറങ്ങി നിൽക്കുമായിരുന്നു. ആ വീഡിയോയിൽ കാണാലോ. ആ മണ്ണിന്റെ ഒരു കളറാണ്. പെട്ടെന്ന് ആ കടേന്റെ അപ്പുറത്ത് കടക്കലും ഇത് ഞാൻ കാണലും വണ്ടിയുടെ വെളിച്ചത്തിൽ കാണുന്നത്. അതെ, ഇതും തിരിഞ്ഞു. പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പോ എന്താ ചെയ്തേ? എന്റെ അമ്മ ആകെ പോയി, പേടിച്ചു പോയില്ലേ? അപ്പോഴത്തേക്ക് പിന്നെ മുന്നോട്ട് ഓടിച്ചു പോകാൻ പറ്റില്ല. വേറെ ആന ഉണ്ടെങ്കിൽ കൂട്ടം വരുന്നതല്ലേ, നമ്മൾ ചിലപ്പോ ഓടിപ്പോന്ന അതിന്റെ മറ്റേതിന്റെ മുമ്പിലൊക്കെ ആയിരിക്കും. അത് കാരണം ഞാൻ പെട്ടെന്ന് പിടിച്ചു നിർത്തിയിട്ട് ചാടി ഇറങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ ആനെ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് സ്കൂട്ടി തന്നെ മറിഞ്ഞു. ഇതിങ്ങോട്ട് കയറി വെളിച്ചം കുറവായിരുന്നു സ്ഥലത്ത്. ഇതിങ്ങോട്ട് തിരിഞ്ഞു വന്ന് എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ അങ്ങോട്ട് കാറി. അപ്പോൾ ഈ സ്കൂട്ടി വരുന്ന ഒച്ചയും ആനങ്ങളുടെ അടുത്തേക്ക് വന്നു, ഇങ്ങോട്ട് തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നു. ഞാനൊക്കെ ഭയങ്കര ശബ്ദത്തിലങ്ങ് ഒച്ച വെച്ചപ്പോൾ ഇത് തിരിഞ്ഞ് ഒറ്റ ഓട്ടം, അതും കാറിപ്പോയി, പേടിച്ചു പോയി. ആന പെട്ടെന്ന് അങ്ങനെ ഓടിയതുകൊണ്ട് മാത്രം അതെ രക്ഷപ്പെട്ടു. അത് പെട്ടെന്നായതുകൊണ്ടാണ്. ആൾക്കാരെ ഉപദ്രവിക്കുന്ന. അതെ, പിന്നെ സ്കൂട്ടിന്റെ ലൈറ്റ് നേരെ ഇല്ല പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലോ. ഇല്ല, അങ്ങനെ സംഭവിച്ചതാ. ആ സമയത്ത് എല്ലാരും ഉറക്കമായിരിക്കും. എല്ലാം ഉറക്കമായിരുന്നു. പെട്ടെന്ന് ആന ചിഹ്നം വിളിച്ച് പോയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഏറ്റോ? ഇല്ല, അതും കേട്ടില്ല. എന്നെ തൊട്ടടുത്ത് ബിൽഡിങ്ങില് ബംഗാളികളുണ്ട് ഉറങ്ങുന്നത്, അവരൊന്നും അറിഞ്ഞിട്ടില്ല. ആരും അറിഞ്ഞില്ല? ഇല്ല. ആന കാറിക്കൊണ്ട് ഓടി. ഞാൻ പിന്നെ അവിടെ നിന്നില്ല, പെട്ടെന്ന് സ്കൂട്ടി എടുത്തിട്ട്. രാത്രി ആരും അറിഞ്ഞില്ല? ഇല്ല. അപ്പൊ ഇവര് വീഡിയോയിൽ കണ്ടിരുന്നു രാവിലെ. ഞാൻ കുറച്ചപ്പുറം ചെന്നിട്ട് വിളിച്ച് അളിയനോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ആന വരുന്നുണ്ട് ഇവിടെ റോട്ടില്, ആരെയും വരുന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞേ. അത് പെട്ടെന്ന് ഇറക്കത്തില്ല, വളവില് തിരിഞ്ഞു വരുമ്പോ അല്ലേ, അപകടത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഞാൻ വിളിച്ച് പറഞ്ഞ്. അങ്ങനെയാണ് ഈ ക്യാമറയിൽ നോക്കുമ്പോൾ സംഭവം എല്ലാം ഇവർ കാണുന്നത്. ഇത് മിനിഞ്ഞാന്നല്ലേ സംഭവം? മിനിഞ്ഞാന്ന്. ഇന്നലെ ഇടയ്ക്ക് ആന വരാറുള്ളതാണ്, സ്ഥിരമായിട്ട് വരുന്നു. ഇന്നലെയും വന്നു, ഇന്നും വന്നു. ഇന്നലെ അതേ സ്ഥലത്ത് ഇറങ്ങി. ഇന്നലെ അവിടെ, ഇന്ന് ഇവിടെ എത്തി. ഇന്നലെ ഇവിടെ എത്തി. ഇന്ന് വെളുപ്പിന് 4 മണി 3:30 മണിക്കാണ് അവിടെ എത്തി. അതിന്റെ തൊട്ടടുത്ത ആ റോഡിന്റെ മേലെയുള്ള കവുങ്ങ് തെങ്ങെല്ലാം പിടിച്ച് പറിക്കുമ്പോൾ ടാപ്പിന് ഇങ്ങോട്ട് എസ്റ്റേറ്റിലേക്ക് വരുന്നവർ കണ്ടത്. അപ്പൊ അവര് ബഹളം വെച്ചപ്പോ ആന പോയി. 3 എണ്ണം ഉണ്ടായിരുന്നു. 3 എണ്ണം അതേ സ്ഥലത്ത്? ഓഹോ, അതേ സ്ഥലത്ത് തന്നെ. നിങ്ങൾക്ക് വീഴ്ചയിൽ എന്തൊക്കെയാ പരിക്ക്? വീഴ്ച പറ്റി സ്കൂട്ടി ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആനേന്റെ അടുത്ത് തിരിഞ്ഞ സമയം ഞാനാകെ അതെ. പിന്നെ കാലിന് കുറച്ച് ഇത് പറ്റി, അത് എല്ല് കുറച്ച് പൊട്ടിയിട്ടുണ്ട്. എത്ര വയസ്സുണ്ട്? എനിക്ക് 70 വയസ്സ്. 70 വയസ്സല്ലേ? ഈ പ്രായത്തിലൊക്കെ നമ്മളെല്ലാം ഇവിടെ പെറ്റു വളർന്ന ആളാ. ഇപ്പോഴാണ് ഇത്രയാണ് ശല്യം തുടങ്ങി രൂക്ഷമായത്. ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു കൂട്ടം കുരങ്ങ് വന്ന് പോയത്, അതിനെല്ലാം ഓടിച്ചു. ഒരു സാധനം കിട്ടുന്നില്ല. തൊട്ടടുത്ത് ഇത് കർണാടക അല്ല, ഈ ആ കാണുന്ന ഇതെല്ലാം കർണാടകപ്പെട്ട തോടാണ്. റബ്ബർ തോട്ടത്തിന്റെ അപ്പുറം? റബ്ബർ തോട്ടത്തിന്റെ അല്ല, ഇവിടെ കാനയുണ്ട്, അപ്പുറത്തെ ഒരു കുന്ന അവിടെ. ആ തോട്ടമൊക്കെ കർണാടകയിലായിരുന്നു? അത് കർണാടക മാക്കോട്ട് എസ്റ്റേറ്റില്ലേ തൊട്ടായിരുന്നു. മനസ്സിലായി. അപ്പൊ ഇത് ശരിക്കും എന്താ ഈ അതിർത്തിയിലൊന്നും ഇതില്ലേ ഫെൻസിങ് അങ്ങനത്തെ? ഫെൻസിങ് ഇതിൽ പോകുന്നത്. അത് വരുന്ന അപ്പുറത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു മരം റബ്ബറാണ്, ചവിട്ടി ഇങ്ങോട്ട് മറിച്ചിടും. ആ കമ്പി അങ്ങ് പോകും. പിന്നെ തിരിച്ചു പോകുമ്പോ വേറെ വഴിക്കായിരിക്കും, അവിടെ ഇങ്ങോട്ടും മറിച്ചിടും. അത് തന്നെ പോയാ അവിടെ മറ്റേ ആന വീഡിയോയിൽ കണ്ട ആ പ്രദേശത്തിന്റെ തൊട്ടടുത്തേ ഒരു ഇച്ചിരി ഭാഗം ടാർ ചെയ്യാത്തുണ്ടല്ലോ, അതെന്താണ്? കർണാടക ഫോറസ്റ്റ് സമ്മതിക്കുന്നില്ല. 30 മീറ്റർ ഉണ്ട് അവിടെ. ഫെൻസിംഗും ഇല്ല, ഫെൻസിംഗ് ഒന്നുമില്ല. ഫെൻസിംഗ് എടുക്കായിരുന്നു, അവര് വയറ് തിരിച്ചു വലിപ്പിച്ചു. അതിലെ ആന തോട് കിടന്നു. അതെ. അവർ പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ സംഭവിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം പറയാം. അവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരെ ജോലിക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഇന്നാള് മറ്റേ ആ കുട്ടുപുഴ പാലത്തെ കയറിയ ഒരു ആനയുണ്ടല്ലോ, ആ ആന തന്നെയാണോ? അല്ലല്ല, ഇവിടെ ഒത്തിരി ആനകളുണ്ട്, അത് വേറെ ഉണ്ട്. അതിനൊന്നും പേടിയില്ല. ഈ നാട്ടാനയാന്ന് തോന്നുന്നത്. നാട്ടാനയോ? പണ്ട് കൂപ്പിലെ പണിക്ക് കൊണ്ടുപോയിരുന്നല്ലോ ആനയെ. ഇവിടെ കൂപ്പുകളുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഫോറസ്റ്റിലെല്ലാം ആന ഉണ്ടായിരുന്നു.
പണിക്ക് കൊണ്ടുവന്ന് കുറെ ആനകളുണ്ട്. അപ്പൊ ഇവർക്ക് പോറ്റാൻ പറ്റാത്തത് ഇവര് ഫോറസ്റ്റിന് കൊടുത്തു. ഫോറസ്റ്റുകാർ ആനകളെയൊക്കെ ഫോറസ്റ്റുകാർ അങ്ങനെ കാട്ടിലോട്ട് കയറ്റിട്ടു. ഓ അങ്ങനെയുണ്ടല്ലേ. ഇതിനിടയ്ക്ക് ഒരു ആന വന്നിരുന്നു. ഈ കൈക്ക് ചങ്ങലയിട്ട പാടുണ്ട്, കഴുത്തില് മണികെട്ടിയ കാടിട്ട പാടുണ്ട്. നേരിട്ട് കണ്ടു, മനസ്സിലായി. ആൾക്കാർക്ക് അറിയാം. അതായത് കൂപ്പില് പണിക്ക് കൊണ്ടുവന്ന് തന്നെ നാട്ടാനായിട്ടുള്ള ആനകളെ അവസാനം നോക്കാൻ പറ്റാതായപ്പോ കാട്ടിലേക്ക് കയറ്റി. ഇപ്പൊ കാട്ടാന പോലെ കാട്ടാനയല്ല നാട്ടാനയല്ലാണ്. അങ്ങനത്തെ ഉണ്ടല്ലേ. അങ്ങനെയുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ആളുകളെ ഉപദ്രവിക്കാതെ. അതെ, അങ്ങോട്ട് ഉപദ്രവിച്ചാൽ ഇങ്ങോട്ട് ഉപദ്രവിക്കും, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാൽ കൃഷികൾ നശിപ്പിക്കുന്നത്. കൃഷിയെ കണ്ടമാനം നശിപ്പിച്ചു. ഈ കാണുന്ന എസ്റ്റേറ്റ് കണ്ടമാനം മരം കളഞ്ഞിട്ടല്ലേ. ഇത് പോർട്ട്ലാൻഡ് എസ്റ്റേറ്റ് പെട്ട സ്ഥലമായിരുന്നു. അപ്പൊ പിന്നെ അവര് ഒരു 100 ഏക്കർ വിറ്റു. അപ്പൊ അത് മിനി എസ്റ്റേറ്റ് ആയി. അയാളെല്ലാം പോയി വിട്ട് ചെറിയ ചെറിയ പാർട്ടി ആക്കിയിട്ട് 25 ഏക്കർ 10 ഏക്കർ ഇങ്ങനെ ഓരോരുത്തരെടുത്ത് അവരുടെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ തൊട്ടിപ്പുറമുള്ള ജനവാസ മേഖലയിലേക്ക് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട്. ഈ എസ്റ്റേറ്റിലൊക്കെ ആന നിൽക്കാറുണ്ടോ? തമ്പടിക്കാറുണ്ടോ? സ്ഥിരമായിട്ടുണ്ട്. ആളില്ല, തൊഴിലാളികളില്ല. പകലും ഉണ്ടാവും. പകലും ഉണ്ട്. ആന ഫോറസ്റ്റ് നിൽക്കും. ഫോറസ്റ്റ് തീറ്റ കുറവാണ്. തോട്ടത്തിൽക്കാർ ഇഷ്ടം പോലെ പുല്ലും അത് ഇതെല്ലാം തിന്നാനുണ്ട്. നാട്ടിലോട്ട് ഇറങ്ങി ഇഷ്ടം പോലെയാണല്ലോ അല്ലേ. പിന്നെ ഇതുവരെ ഇല്ലാത്ത സ്ഥിതിയാണ് കുരങ്ങ്. കുരങ്ങിന്റെ ശല്യവും വന്നു. ഇവിടെ ഈ അതിങ്ങനെ കർണാടകയിൽ നിന്ന് വരുന്നത് ഇവിടെ ഫോറസ്റ്റ് വിളിച്ചാൽ വരുമോ? അവര് വന്നു. അവരിവിടെ തന്നെ താമസം. ആ പുഴയിൽ നിങ്ങൾ കുളവ് തിരിഞ്ഞ തൊട്ടക്കരെയാണ് അവര് താമസിക്കുന്നത്. കർണാടക ഫോറസ്റ്റുകാരാ? അവർക്കും പേടിയില്ലേ, ജീവനെ പേടി എല്ലാവർക്കും ഉണ്ടല്ലോ. അത് തന്നെ. എന്നാലും ഒരു വളരെ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു. അത്ര അതേ സ്ഥലത്ത് തന്നെ പിന്നെ ആന വന്നല്ലേ. ഇവിടെയൊക്കെ വന്നതാണ്. ഈ തെങ്ങിന് ആ കാണുന്ന തെങ്ങിന്റെ പട്ടയിൽ ഒടിച്ചു ഇവിടെ ഈ വാഴയെല്ലാം ഇതെല്ലാം കളഞ്ഞതിന്റെ ബാക്കിയാണ്. അതെന്നാ വന്നത്? അതിപ്പോ വന്നൊരു 2-3 മാസമായി. നല്ല മഴ സമയത്ത് ഈ വഴിക്കൊക്കെ വരുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ വരുന്നുണ്ട്. കൃഷിയെല്ലാം കുറെ കളഞ്ഞു. മഞ്ഞള്, കൂവ ഇതെല്ലാം. ഇതൊക്കെ തികഞ്ഞ ജനവാസ മേഖലകളല്ലേ? ഫുള്ളും വീടുകളുള്ള സ്ഥലം. അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ? അത്രയാണ്. എന്ത് ചെയ്യും? രാത്രി ജോലിക്കൊക്കെ പോണെങ്കിലല്ലേ, രാവിലെയും വെളുപ്പിനൊക്കെ അല്ലേ, ജീവിക്കാനൊക്കെ ഭയങ്കര പ്രയാസം. ഇത് ശരിക്കും ഏത് പഞ്ചായത്താ? ഇത് ഉളിക്കല് പഞ്ചായത്ത് അല്ലേ. വാർഡ് 5-ാം വാർഡ്. സ്കൂട്ടിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല, അത് നേരത്തെ ഉള്ള പോറലൊക്കെ ഉള്ളു. അതിപ്പോ കാര്യമായിട്ടൊന്നുമില്ല. അല്ലേ. ഫോറസ്റ്റുകാർ വന്ന് എന്തെങ്കിലും നഷ്ടപരിഹാരം ഒന്നും തരൂല്ല. ഇപ്പോ ഒറ്റ ദിവസം തന്നെ വന്ന് 4-5 തെങ്ങ് കായ്ക്കുന്നത് മറിച്ചിട്ടു. കുറെ വാഴ കളഞ്ഞു, കവുങ്ങ്. അവരോട് പറഞ്ഞു, അവര് വന്ന് നോക്കി പോയി എന്നല്ലാണ്ട് ഒന്നും കിട്ടിയില്ല. ഇപ്പൊ 2 മാസം കഴിഞ്ഞു. അതൊരു വലിയൊരു ബുദ്ധിമുട്ടല്ലേ. അതെ, പോകുന്നതിനുള്ളതൊന്നും കിട്ടുന്നില്ല. അവര് പറയുന്നത് കൃഷി ഇൻഷൂർ ചെയ്യാം, അല്ലാണ്ട് അവരൊന്നും കൊടുക്കൂല. ഇത് അത്യാവശ്യം ഇപ്പൊ ജനങ്ങൾക്ക് ആവശ്യം ഇവിടെ ഫെൻസിങ്ങിന്റെ അത് ശരിയാക്കി തന്നെ കുറെ പ്രശ്നം മാറൂല. അതെ, അവിടെ ആ ഭാഗം വളവിന് വരുന്നല്ലേ. ആ വളവില് അത് പുഴയാണ്. കൂപ്പില് മരം കൊണ്ടുപോയി ഉണ്ടാക്കിയ റോഡാണ്. ഇപ്പൊ അതിലാരും തന്നെ കേറി വരും. ഒരു പക്ഷേ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ ആനകൾ തന്നെ ആയിരിക്കും. അതെ, അത് തന്നെ. ഏതായാലും നമുക്ക് ആ ഒരു സംഭവം നടന്ന ആ ഒരു പ്രദേശം ഒന്ന് നേരിട്ട് കാണാം കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ആ ഒരു വിഷ്വൽ കിട്ടിയ വീടാണിത്. ഇതിൻ്റെ തൊട്ട് താഴെ ഈ ഒരു പ്രദേശത്താണ് ആന വന്നതും അവിടെയാണ് മറിഞ്ഞു വീണതും തലനാരിക്ക് രക്ഷപ്പെട്ടൊക്കെ കേട്ടോ. ഇത്രയും ഭാഗം ഈ ടാർ ചെയ്യാത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് കർണാടകയുടെ പ്രദേശമായിട്ടുള്ള സ്ഥലമാണ്. ഇച്ചിരി ഭാഗമുള്ളൂ, ഒരു 30 മീറ്റർ. അതായത് ഈ നാട്ടുകാരായിട്ടുള്ള ആളുണ്ട്. ഇവിടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഹംസ. ഇത് രാത്രി അറിഞ്ഞായിരുന്നോ? രാത്രി അറിഞ്ഞിട്ടില്ല. നമ്മൾ ആനേൻ്റെ ഒച്ച കേട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ആനങ്ങ് കയറി പോകുന്നത്. നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇങ്ങോട്ട് പോയേ? ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഓഹോ. അന്നേരം ടാപ്പിങ്ങിന് പോകുന്ന ആളുകളുണ്ടായിരുന്നു ഇവിടെ. ടാപ്പിങ്ങിന് പോകുന്ന ആളുകളെ വണ്ടി കണ്ടിട്ടാണ് ആള് വീണിട്ടാണ് ആന ചീറിയിട്ട് ആന ഓടുന്നത്. അന്നേരമാണ് നമ്മൾ എഴുന്നേറ്റ് നോക്കുന്നത്. നമ്മുടെ വീട് തന്നെയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് ആന. അങ്ങനെ ആന പിന്നെ ഈ കാട്ടിലോട്ടാണ് കയറിയത്. ഇങ്ങോട്ടാണ് കയറിയത്. പിന്നെ ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി റോട്ടിൽ ഇങ്ങനെ പോയിട്ടുള്ളത്. നേരെ പോയിട്ട് അവിടെ പോയിട്ട് വാഴക തിന്ന്
നേരെ തിരിച്ച് റിട്ടേൺ ഇതിലിറങ്ങി പോയിട്ടുള്ളത്. ഈ വഴി കൂടെ അല്ലേ? ഈ വഴിക്ക് ഇറങ്ങി പോയിട്ടുള്ളത്. ഇത്രയും ഭാഗം കർണാടകമാണ്. കർണാടക ആയതുകൊണ്ട് ഇത് പെൻസിൽ ലൈൻ ഇട്ടതായിരുന്നു ഇതിലെ. അവര് കർണാടക ആയതുകൊണ്ട് അവരെടുപ്പിച്ചു. കേരളത്തിന്റെ പോർഷ് വന്നിട്ട് പെൻസിൽ ലൈൻ ഇട്ടായിരുന്നു. ഇട്ടത് അവർ അയപ്പിച്ചു. കർണാടക പോർഷ് അയപ്പിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് അവിടം വരെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഫെൻസിങ് പോയിട്ടുള്ളത്. ഇത്രയും ഭാഗം ഇട്ടിട്ടുണ്ട്. ഈ കർണാടകത്തിന്റെ ആയത് കൊണ്ടാണ് ഇടാൻ പറ്റിയത്. ഇവിടെ ടാറിങ്ങും തന്നെ ഈ കർണാടകം കൊണ്ടാണ് ഇത്രയും ഭാഗം ടാറിങ്ങും ചെയ്യാൻ പറ്റാത്തത്. ഇത്രയും ഇവിടെ ഇങ്ങോട്ടാണ് ഈ ഭാഗത്തുള്ള വീടുകൾ കംപ്ലീറ്റ് ഉള്ളത്. എന്നിട്ട് അവർക്ക് പോകാൻ വരാനൊക്കെ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കേരളത്തിൽ കർണാടക ഈ ഒരു ടച്ചിങ് വന്നതുകൊണ്ട് ഇവർ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവരൊന്നും ചെയ്തിരുന്നില്ല. ആർക്കും ഉത്തരവാദിത്തമില്ല. കേരളത്തിന് പിന്നെ ഒന്നും ചെയ്യാനും പറ്റൂല. കർണാടകക്കാരൊന്നും ചെയ്തും തരുന്നില്ല. അങ്ങനെയുള്ള ഇവിടെ ഇതിനു മുമ്പൊക്കെ ആനശല്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പറമ്പിലൊക്കെ ആന കയറിയിട്ട് തെങ്ങും വാഴയും എല്ലാം പറിച്ച് കളയുന്നുണ്ട്. അങ്ങനെയുള്ളത്. ഇതിപ്പോ ഫോറസ്റ്റുകാർ വന്നിട്ടാണ് പിന്നെ ആന ഓടിച്ചത്? അങ്ങനെയാണോ? അല്ലല്ല, ഫോറസ്റ്റുകാരൊന്നും വരുന്നില്ല. നമ്മൾ തന്നെ വന്നിട്ട് നാട്ടുകാരാണ് ആന ഓടിക്കുന്നുള്ളൂ. ഫോറസ്റ്റുകാരൊന്നും ചെയ്യുന്നില്ല. ഫോറസ്റ്റ് ഇവിടെ ഉണ്ട്, അവര് താമസിക്കുന്നുണ്ട് ഇവിടെ. അവര് ആനനെ കണ്ടാൽ അവരെ റൂമിന്റെ ഉള്ളിൽ പുറത്തിറങ്ങൂല. അങ്ങനത്തെ ഫോറസ്റ്റുകാരുള്ളത്. ഫോറസ്റ്റുകാരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കർണാടക ഫോറസ്റ്റ് അവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് നാട്ടുകാരനെ ഓടിക്കാനും ഇത് വരുന്നത്. ആരെങ്കിലുമൊക്കെ വിവരം കൊടുത്താൽ നാട്ടുകാർ വന്നിട്ട് ആന കാട് കയറ്റിക്കാന്ന്. ഡെയിലി ആന വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും വന്നു, ഇന്നും ഇപ്പോൾ ആന വരും. ഡെയിലി വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാഴ അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട്. കർണാടകത്തിലൊന്നും തിന്നാൻ കാര്യമായിട്ടില്ല. അങ്ങോട്ട് കേരളത്തിലേക്ക് ഇറങ്ങുക. ഇത് ശരിക്കും ഫോറസ്റ്റ് ഇത്രയും ബാക്കി എസ്റ്റേറ്റ് അല്ലേ? എസ്റ്റേറ്റ് ഇത് ഫോറസ്റ്റ്. ഇവിടെ അങ്ങോട്ട് ഫോറസ്റ്റ് കിടക്കുന്നത്. എസ്റ്റേറ്റ് ഇവിടെ കുറച്ചേ ഉള്ളൂ. അതും എസ്റ്റേറ്റ്. അതും അതിലൊക്കെ ആനയാണ്. എസ്റ്റേറ്റ് എന്ന് പേരേ ഉള്ളൂ. ടാപ്പിംഗ് നടക്കുന്നില്ല. കാടായി കിടക്കുക. ആന മൃഗങ്ങൾ കംപ്ലീറ്റ് ഉണ്ടായി. എല്ലാ സാധനങ്ങളും എല്ലാ മൃഗങ്ങളും. ആനല്ലാതെ മറ്റു ഏതെങ്കിലും വന്യജീവികൾ അങ്ങനെ ഇങ്ങോട്ടില്ല. ഇവിടെ ഈ കുറുക്കന്മാരെ ശല്യം ഈ ഭാഗത്തുള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുരങ്ങ് ശല്യം നല്ലോണ്ട്. കുരങ്ങ് ശല്യം ഭയങ്കര. ഒരു സാധനമില്ല. തേങ്ങ കംപ്ലീറ്റ് കുരങ്ങ് പറിച്ചു പോകാന്ന്. ഒരു വാഴക്കൊല കിട്ടൂല. ഒരു കൃഷി സാധനങ്ങളൊന്നും കിട്ടുന്നില്ല കുരങ്ങ് ശല്യം കൊണ്ട്. പകല് കുരങ്ങും, രാത്രി ആനയും പന്നി. ഈ ശല്യം കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലാതായി മാറുക ഇവിടെ. പഴയ കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ശല്യം ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല വെള്ളമായിരിക്കും. മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും. ഇല്ല, ഇങ്ങോട്ട് കയറൂല. ഇവിടം വരെ വരുമ്പോൾ. ഇത് ഇങ്ങനെ ഒരു സീസണൊക്കെ ഉണ്ടോ ഇതിന്? എല്ലാം എപ്പോഴും കയറുന്നത്? ആന എപ്പോഴും ഉണ്ട്. സീസണൊന്നുമില്ല. ആദ്യമൊക്കെ പറഞ്ഞാൽ ഈ ചക്ക ആവുന്ന സമയത്തൊക്കെ വരും. ഇപ്പൊ എപ്പോഴും വരും. അതും ചക്ക മാങ്ങയുള്ള സമയത്തൊക്കെ വന്നിരുന്നത്. ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പൊ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആന നമ്മള് പെരിങ്കരിയിൽ കൂട്ടുപുഴ കൂടെ പോയിട്ട് പെരിങ്കരിയിൽ പോയിട്ട് ഒരാളെ ബൈക്കൊന്ന് തട്ടി മരിച്ചു പോയില്ലേ? അത് എത്ര നാളായി? അതൊരു ഒരു കൊല്ലല്ലേ, കൂടുതലായില്ലേ? ആ ആനയാണ് അവിടെ JCBക്ക് കുത്തിയിട്ട് അതിന്റെ ഒരു കൊമ്പ് പോയിരുന്നു. ആ ഒറ്റക്കൊമ്പായിട്ടാണ് ഇപ്പൊ ഇതിലാണ്. ആനയാണ് ഒറ്റക്കൊമ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഒറ്റക്കൊമ്പനാണ് ആ ആനയാണ്. ഇത് ആളെ കൊല്ലുന്ന ആനയാണത്. ഇനി ആരെങ്കിലും മുമ്പിൽ പെട്ട് ആർക്കെങ്കിലും എന്ത് സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ അതിന് എന്തെങ്കിലും നോക്കിയിട്ടില്ലെങ്കിൽ, ഗവൺമെന്റ് അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. പേരെങ്ങനെയാണ്? അബ്ദുള്ള. സ്ഥിരം പ്രശ്നമല്ല ഇവിടെ? സ്ഥിരം പ്രശ്നം തന്നെ. ഏത് നേരം ഇവിടെ വന്യമൃഗങ്ങളെ ശല്യം കൊണ്ട് ഇവിടെ പൊറുതിമുട്ടിരിക്കുക ജനങ്ങൾ. കുരങ്ങായിട്ടും പന്നിയായിട്ടും ആനയായിട്ടും. ആന രാത്രി കറങ്ങും, നേരം വെളുത്താൽ കുരങ്ങായി, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പന്നിയായി. പന്നി കംപ്ലീറ്റ് മൃഗങ്ങളും ഇവിടെ ഇറങ്ങുന്ന സ്ഥലം. ഇത് ഈ വൈൽഡ് ലൈഫിന്റെ ആളുകൾ മാക്കൂട്ടത്തിൽ നിന്ന് കംപ്ലീറ്റ് മൃഗങ്ങളെ കൊടുന്നിട്ട് വിട്ടുക. ആ മൃഗങ്ങളെ എല്ലാം ഇങ്ങോട്ട് പരന്നിട്ട് ഇങ്ങോട്ട് ഈ ഫോറസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പുഴയാണ്. വെള്ളം ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഇവിടെ പോവില്ല. ഇവിടെ വന്നിട്ട് എല്ലാം എല്ലാ സാധനങ്ങളും മൂപ്പര് കഷ്ടിച്ച് രക്ഷപ്പെടല്ലേ? മൂപ്പര് അന്ന് പോയത് എന്തോ ഭാഗ്യത്തിന്, ദൈവത്തിന്റെ ഭാഗ്യത്തിനുണ്ട് കഷ്ടിച്ചത്. ആന അവിടെ നിൽക്കുന്നത് ആ പോർഷനെടുത്ത്. ഇവിടുന്ന് വണ്ടിയിട്ട് പോയി ആനന്റെ അടുത്തെത്തുമ്പോഴാണ് പുള്ളി കാണുന്നത്. പെട്ടെന്ന് വെട്ടിച്ചപാട് വണ്ടി മറിഞ്ഞു. വണ്ടി മറിയലോട് കൂടെ പുള്ളി കാറി ഓടി. ആ കാർ ഓടുന്ന ഓടലിലാണ് ആന തിരിഞ്ഞത്. ആന തിരിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു. ആനയും പേടിച്ചു, പുള്ളിയും പേടിച്ചു പോയി. അങ്ങനെ ആന വാലും പൊക്കി ഇങ്ങോട്ട് വന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ അത് ഇവരുടെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവിടുന്ന് ഇവിടം വരെ പെൻസിലിട്ടാ
ഇവിടം വരെ പെൻസിലിട്ട. ഇവിടെ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി ഇട്ടതായിരുന്നു. അതെല്ലാം റേഞ്ചർ വന്നിട്ട് അവിടുന്ന് കർണാടക ഫോറസ്റ്റും റേഞ്ചറും അടക്കം വന്നിട്ട് എല്ലാം പറിച്ചിട്ട് കൊണ്ടുപോയി. അവരെല്ലാം പറിച്ചിട്ട് മാറ്റാൻ പറഞ്ഞു. എല്ലാം മാറ്റി രണ്ടാമത് പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇതിലെ വഴിയുണ്ട്. അതിലങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു പാലുണ്ട്, തൂക്കുപാലം. അതിന് പോകുന്നതിന് കുഴപ്പമില്ല. അത്രയൊന്നും അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. ഉള്ള മൃഗങ്ങളെ ശല്യല്ലേ. ആനത് ഈ ഫോറസ്റ്റിന്റെ ഉള്ളില് താവള ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. ഓൾറെഡി ഇവിടെ ഉണ്ടാവും. രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങും. ആന കാട്ടിന്ന് പുറത്ത് പോകുന്നില്ല. രാത്രി കാട്ടിലും പകല് പുറത്ത്. അങ്ങനെയുള്ളത്. നേരം വെളുക്കുന്ന സമയത്ത് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് പറമ്പിലെവിടെയും ഉണ്ടെങ്കിൽ നേരെ മുന്നേ ചെല്ലുമായിരിക്കും അല്ലേ? അപ്പോഴേ അറിയുള്ളൂ. എന്നാലും ഈ ആന ഓടിയിട്ട് നേരെ കയറിയിട്ട് ഇവിടെ നിൽക്കുക. ഇവിടെ ടാപ്പ് ചെയ്യാൻ വരുന്ന ആളുകൾ പിന്നെ രണ്ടാമത് അവരെ അടുത്ത് പടക്കം ഉണ്ടാവും. ആ പടക്കം പൊട്ടിച്ച ഓടിച്ചിട്ടാണ് പിന്നെ അവർ ടാപ്പ് ചെയ്യുന്നത്. അതിൽ ടാപ്പിംഗ് ഇല്ല. അങ്ങനെ കാട് കിടക്കുകയാണ്. ടാപ്പിംഗ് ഇല്ലാണ്ട് അത് ഫോറസ്റ്റ് പോലായി. അങ്ങനെ ആനെല്ലാം പകലൊക്കെ അതിൻ്റെ അകത്ത് നിൽക്കല. വലിയ ബുദ്ധിമുട്ടാണല്ലേ ഈ പ്രദേശ ജീവിതം ബുദ്ധിമുട്ടായി മാറി. അതുപോലെ അതിന് കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും വല്ലതും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പം തന്നെ എന്തെങ്കിലും പ്രതിവിധി നോക്കണം, എന്നെങ്കിലേ നടക്കുള്ളൂ. ഒരു രണ്ട് സംസ്ഥാനത്തിന്റെ ഒരു പ്രശ്നം കൂടെ ആയതുകൊണ്ട് ഇത് കർണാടക ആയതുകൊണ്ടാണ്. കർണാടകക്കാർ വരുന്ന ഒരു ഫോറസ്റ്റ് ആയിട്ട് കിടക്കല്ലേ, അവരൊന്നും ചെയ്യുന്നില്ല. ഈ റോഡന്നെ ഒന്ന് വൃത്തിയാക്കാൻ സമ്മതിക്കൂല. വൃത്തിയല്ലേ? ഇത്രയും സ്ഥലം അതെ അവിടെ മുതൽ അവിടുന്ന് അവിടം വരെ ഇത്രയും സ്ഥലം ചാറിയാണ് 30 മീറ്റർ അല്ലേ? 30 മീറ്റർ. ആ ഒരു ഭാഗം നന്നായി കിട്ടിയാൽ തന്നെ ജനങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് പാസ് ചെയ്യാനൊക്കെ. ഈ വളവ് തിരിഞ്ഞ് ഒരാളുടെ ഇറങ്ങി വരും. ഇവിടെ ഒരു ലൈറ്റും ഇല്ല. ഈ വളവ് തിരിഞ്ഞ് അങ്ങ് ഇറങ്ങി വരുമ്പോൾ ആന വരുന്നത് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ലൈറ്റും ഇല്ലല്ലോ. അവിടെ ഇരുടായി കിടക്കുന്നതല്ല. ഒരു തരത്തിൽ പറഞ്ഞാലേ പുള്ളി അവിടെ നിന്ന് കണ്ടത് നന്നായി. ഈ വളവിൽ നിന്നാണെങ്കിൽ തട്ടും, ഏറ്റുമുട്ടി പോകും. അങ്ങനത്തെ ഒരു സ്ഥലമായി പോയി. ഇവിടെ വെളിച്ചം വെക്കാൻ കർണാടകല്ലേ, അവർ സമ്മതിക്കില്ല. ഇവിടെ ലൈറ്റ് വെക്കില്ല. അല്ലെങ്കിൽ പോസ്റ്റിൽ വരികയാണെങ്കിൽ ഇവിടെ ബൾബ് വെച്ചാൽ വെളിച്ചം കിട്ടും. പോസ്റ്റ് ഇതിലെ കൊണ്ടുപോകാനും സമ്മതിക്കില്ല. പോസ്റ്റും ഇല്ലല്ലോ അല്ലേ? പോസ്റ്റും ഇല്ലല്ലോ, അവിടെ വരെയുള്ള പോസ്റ്റ്. അപ്പം നമ്മൾ കണ്ട ആ ഒരു വിഷ്വൽ കിട്ടിയിരിക്കുന്നത് ഇതാ ഈ ഒരു ക്യാമറയിൽ നിന്നുള്ള വിഷ്വലാണ്. ആന വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇത് ഈ റോഡിലൂടെ നടന്നു വന്ന് ഇതാ ആന ഇവിടം വരെ എത്തി. ഈ ഒരു പ്രദേശത്ത് ഇതാ ആന ഇവിടെ കയറി നിന്ന സമയത്താണ് ആ ബൈക്ക് വന്നതും ബൈക്ക മറിഞ്ഞ് വീണ് ഓടിപ്പോയതും ഒക്കെ കേട്ടോ. പക്ഷെ അന്ന് ആന ഈ വാഴയൊന്നും തിന്നാൻ ആയിട്ട് ആനയ്ക്ക് സാധിച്ചില്ല. പെട്ടെന്നായിരുന്നു ഇതേപോലെ ബൈക്ക് വന്നത്. പക്ഷെ അന്ന് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഇന്നലെ ആന വീണ്ടും വന്നിരുന്നു. ഇതാ ആന ഇവിടെ കുറേ അധികം സമയം ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ലൈവായിട്ട് തെളിവും കാര്യങ്ങളും ഇതാ ആന ഇവിടെ കയറി ഈ വാഴ കംപ്ലീറ്റ് കളഞ്ഞിരിക്കുക കേട്ടോ. ഇത് ഇന്നലത്തെ പരിപാടി, ഇന്നലെ രാത്രിത്തെ പരിപാടിയാണ്. ഇത് മറ്റേ സംഭവം നടന്ന് മിനിഞ്ഞാന്നാണ്. ഞാൻ ഒരു ദിവസം കഴിഞ്ഞാണ് ഇവിടെ എത്തുന്നത്. ഇതാ ഞാനിതെല്ലാം തിന്ന് നശിപ്പിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ. പേരട്ട തൊട്ടിപ്പാലം എന്ന് പറയുന്ന പ്രദേശമാണ്. തികഞ്ഞ ജനവാസ മേഖലയാണ്. നിറച്ചും വീടുകളുള്ള പ്രദേശമാണ്. ഇപ്പോൾ അവരൊക്കെ സംസാരിച്ചതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ആ ഒരിക്ക വന്ന വഴിയിലാണ്. ഇവിടുന്ന് കുറച്ച് ഒരു 300 മീറ്റർ പോയാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തും. അദ്ദേഹത്തിന് കാല് വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഇത് ഒക്കെ എടുത്തത്. അപ്പോൾ ആന തിരിച്ച് ഓടിപ്പോകുന്നത് ഈ വഴിക്കാട്ടോ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടം വരെ ടാറിട്ട റോഡും ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് ടാറിങ് നീരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇത് കേരളമാണെങ്കിൽ ഇപ്പം ഞാൻ കർണാടകയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് കർണാടക കേട്ടോ. നിമിഷ നേരം കൊണ്ട് നമുക്ക് കർണാടകയിൽ എത്താനായിട്ട് സാധിച്ചു. മാത്രം ഇത് ബോർഡറാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. ബോർഡറായിട്ടുള്ളൊരു പ്രദേശമായതുകൊണ്ട് തന്നെ കർണാടക ഗവൺമെൻറ് ഇവിടെ ടാർ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ഒരു പ്രദേശത്ത് ഉള്ള ഈ ഒരു വഴി ഇങ്ങനെ ടാർ ചെയ്യാതെ കിടക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇവിടുന്ന് കുറച്ച് ഈ ഒരു 30 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ റോഡ് ടാറിങ് ഇല്ലാത്തുള്ളൂ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്കൊക്കെ മുഴുവൻ ടാറിങ്ങുള്ള റോഡുകളും വീടുകളും ഒക്കെ ഉള്ള പ്രദേശമാണ്. ആന വന്നത് ഈ ഒരു വഴിക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് തൊട്ട് താഴെ തന്നെ ഒരു
പുഴയൊക്കെ ഒഴുകി പോകുന്ന രംഗമൊക്കെ നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ ഈ പുഴയാണ്. ഈ ഒരു തോട്ടിൽ കൂടെയാണ് ആന കയറി ഇങ്ങോട്ട് കയറുന്നത് കേട്ടോ. ഇത് ആന സ്ഥിരം കയറി വരുന്ന ഒരു വഴിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഈ പകൽ സമയത്തും ഇതിൽ ആന ഈ ഒരു വഴിക്ക് ഇങ്ങനെയാണ് പോകുന്നത്. പകൽ സമയത്തും ഇതിൻ്റെ അപ്പുറം ഒരു 100, 300 അല്ലെങ്കിൽ 500 മീറ്ററൊക്കെ നമ്മളിതിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ആന കൂട്ടമായിട്ട് നിൽക്കുന്നതൊക്കെ കാണാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു വഴിയാണ് ആന കയറി പോകുന്നതും അതുപോലെ ഇറങ്ങി വരുന്നത് കേട്ടോ. ഒന്നെങ്കിൽ ആന ഇറങ്ങി ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇതിൽ നേരെ ഇങ്ങോട്ട് ഇവിടെ മറ്റ് ജനവാസ മേഖലകളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അതിലേയും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ മുതൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു 30 മീറ്റർ മാത്രമേ ടാറിങ് ഇല്ലാത്തേ ഉള്ളൂ. ഇത് കർണാടകയാണ്. ഈ ഒരു ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് എത്തി കേട്ടോ. ഈ കാണുന്നത് കർണാടകയുടെ ഇതാണ്, കല്ലാണ്, ബോർഡറിൻ്റെ കല്ലാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറം കേരളം, ഇപ്പുറം കർണാടകയാണ്. ഇത്ര ഒരു ഏരിയ കർണാടകയിൽ പെട്ടതാണ്. അതാണ് ഇവർക്ക് ഈ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കിടക്കുന്നത്. ഇത് ആ വീടാണ്, നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഒരു വലിയ വീടാണിത്. ഇതിൻ്റെ ഇപ്പുറത്തോട്ട് ഇക്ക പറഞ്ഞ ആ ഒരു റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെയൊക്കെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതായത് അവർ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തേക്കൊന്നും ആന ഇറങ്ങാതിരിക്കാനുള്ള. പക്ഷേ ഈ ഒരു ഇത്രയും ഭാഗത്ത് ഫെൻസിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആന ഈ ഒരു ഭാഗത്തോടെയാണ് കയറിയാണ് ഈ റോട്ടിൽ കൂടെയൊക്കെ തന്നെയാണ് ആന പോകുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടും. ഏതായാലും നമ്മളിന്ന് പേരട്ട എന്ന് പറഞ്ഞ പ്രദേശത്ത് വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചത്. തലനാരിഴയ്ക്കാണ് ആ ഒരു 70 വയസ്സുള്ള ആ ഒരു രക്ഷപ്പെട്ടത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കൃത്യം ആനയുടെ മുമ്പിൽ ചെന്ന് പെടുകയായിരുന്നു. നമ്മളിപ്പോൾ വന്ന വഴിയും കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു 30 മീറ്റർ മാത്രം കർണാടകയുടെ പ്രദേശമായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രദേശത്ത് ഫെൻസിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അതിലെയാണ് ആന ഇങ്ങോട്ട് കയറി പോരുന്നത് എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നമാണ്. ഒരു ഇച്ചിരി ഭാഗം കർണാടക, ഇച്ചിരി കേരളം, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ ഇച്ചിരി തമിഴ്നാട്, ഇച്ചിരി കേരളം, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പ്രദേശങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അതിർത്തി പ്രശ്നങ്ങളിൽ വരുന്നിടത്തു നിന്നാണ് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉത്ഭവിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു ഏരിയയും കൂടെ ഫെൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു പ്രതിവിധി ആകും എന്നുള്ളതാണ് ഇവരെല്ലാവരും ഒരുപോലെ പറയുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ അധികാരികൾ കർണാടകയുടെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ച് ഇതിന് ഒരു പരിഹാരം കാണട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരു ആളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പിന്നെ എന്തൊക്കെ കാണിച്ചിട്ടോ 10 ലക്ഷം രൂപ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അതിന് മുന്നേ നമ്മൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അതിനുള്ളൊരു പരിഹാരം അവരൊക്കെ കാണും എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്